ഗോകുൽജി നമസ്കാരം. നമസ്കാരം. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൻ്റെ അന്ന് കേരളത്തിലെ പ്രമുഖ പ്രൊഫൈലുകളൊക്കെ അവരുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചൊരു ചിത്രം ഭരണഘടനാ ആമുഖത്തിൻ്റെയാണ്. പുതിയ രാമക്ഷേത്രം മതേതരത്തിന് ഏറ്റ ക്ഷതമാണെന്നാണ് അവരൊക്കെ വിലയിരുത്തുന്നത്. മാത്രമല്ല പള്ളിപ്പറമ്പിലെ രാമൻ എന്ന പുതിയൊരു ട്രോളും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെ നോക്കിക്കാണുന്നത്? അല്ല, വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല ഗൗതമേ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുറേ കാലങ്ങളായിട്ട് തുടർന്നു വരുന്നൊരു പാറ്റേൺ തന്നെയാണ്. പാറ്റേൺ എന്ന് പറയുമ്പോൾ യാഥാർത്ഥ്യം എന്ത് എന്നുള്ള കാര്യം ഒരിക്കലും കേരളത്തിലെ ജനതയുടെ മുമ്പിൽ അത് ചർച്ച ചെയ്യപ്പെടരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം കാലാകാലങ്ങളായിട്ട് കേരളത്തിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കെ മുഹമ്മദ് ഉണ്ടല്ലോ, ആർക്കിയോളജിസ്റ്റ്. അദ്ദേഹം തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിലും അദ്ദേഹം പല ഇൻ്റർവ്യൂസിലും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അതായത് ആ പറയുന്ന പ്രദേശം 2.77 ഏക്കർ അത് ഹിന്ദുസിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള മുസ്ലിങ്ങൾ ഉൾപ്പെടെ തയ്യാറായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് അവിടെ പോയിട്ട് അനാവശ്യമായ ഇഷ്യൂസ് ഉണ്ടാക്കി അവരുടെ അടുത്ത് രാമൻ ജനിച്ചതിന് തെളിവില്ല എന്നും നിങ്ങൾക്ക് തന്നെ ഈ ഭൂമി കിട്ടുമെന്നും ഒക്കെ പറഞ്ഞ് അവരെ കുഴപ്പിച്ച് അവരെ കൺഫ്യൂസ് ചെയ്യിച്ച് ഇന്ന് കാണുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടെത്തിച്ചത് ഒരു കൂട്ടം ഇടതുപക്ഷ ചരിത്രകാരന്മാരും ഒരു പ്രത്യേക തരം ഇടതുപക്ഷ ആക്ടിവിസ്റ്റുകൾ, കമ്മ്യൂണിസ്റ്റുകാരെല്ലാവരും അതിനകത്ത് പെടുന്നുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച മാത്രമാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നോക്കൂ, 2019 നവംബർ 9 തോന്നുന്നു കോടതി വിധി വരും. സുപ്രീം കോടതി ആ വിഷയത്തിൽ വിധി പറഞ്ഞു കഴിഞ്ഞു. വിധി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങളൊന്നും നാട്ടിലുണ്ടായില്ല. മുസ്ലിം വിഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു 5 ഏക്കർ ഭൂമി കിട്ടിയിട്ടുണ്ട്. അവർക്ക് അവിടെ പള്ളി പണിയാം. മുസ്ലിംസിനെ സംബന്ധിച്ചിടത്തോളം മതപരമായി പോലും മെക്ക ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാലും മറ്റേതെങ്കിലും പള്ളികൾക്ക് അത്ര വലിയ ചരിത്രപരമായ പ്രാധാന്യം ഉണ്ടെന്നൊന്നുമില്ല. അവർക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഒരു പള്ളി എന്ന് പറയുന്നത്. 5 ഏക്കറിൽ അവർക്കൊരു വലിയ പള്ളി പണിയാനുള്ള ഒരു അവസരം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പം നോർമലി ഹാപ്പി ആയിട്ട് പോകേണ്ടതാണ് എല്ലാവരും. പക്ഷേ ഈ വിധിയെ പോലും തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് ആ വിധിയിൽ പോലും അവർ തെറ്റായ ചില കൺക്ലൂഷൻസ് എത്തി സുപ്രീം കോടതി ഇത് തെളിവില്ലാതെയാണ് വിധി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ക്ഷേത്രം തകർത്തതിന് തെളിവില്ല എന്നുള്ളതിൽ സുപ്രീം കോടതി ഒരു ഡെവിൾസ് അഡ്വക്കേറ്റ് എന്ന് പറയുന്ന ഒരു ലൈൻ എല്ലാവരോടും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ASIയോട് എടുത്തിട്ടുണ്ട്, ചരിത്രകാരന്മാരോട് എടുത്തിട്ടുണ്ട്, ഹിന്ദുസിനോട് എടുത്തിട്ടുണ്ട്, സുന്നി വഖഫ് ബോർഡിനോട് എടുത്തിട്ടുണ്ട്, എല്ലാവരോടും സുപ്രീം കോടതി ആറ്റിറ്റ്യൂഡ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുന്ന തെളിവുകളിൽ മുഴുവനും സുപ്രീം കോടതി ആ ഒരു തലത്തിൽ വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്തിട്ട് തന്നെയാണ് മുമ്പോട്ട് പോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശത്തിന് എടുത്തു വെച്ചിട്ട് ഇത്തരത്തിലൊരു നറേറ്റീവ് ഇവിടെ സൃഷ്ടിക്കുകയാണ് എന്ന് ഞാൻ പറയും. ഒന്ന്, കേരളത്തിൽ എന്താണ് രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടിട്ട് കാലങ്ങളായി ഓടിക്കൊണ്ടിരിക്കുന്ന നറേറ്റീവ്? 1949 വരെയും മുസ്ലിങ്ങളവിടെ നിസ്കാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു പള്ളിയായിരുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്ത് ഓടി വരുന്ന എന്താണ്, നമ്മുടെ നാട്ടിൽ ഒരുപാട് മുസ്ലിം പള്ളികളുണ്ട്, അപ്പോൾ അതുപോലെ ഒരു പള്ളിയായിരുന്നു അതും എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്. ഈ പറയുന്ന വിഗ്രഹങ്ങളകത്തുകൊണ്ട് വെച്ചതോടുകൂടി 1949 ഡിസംബർ 22 വിഗ്രഹങ്ങളകത്തുകൊണ്ട് വെച്ചതോടുകൂടി മുസ്ലിങ്ങളോട് ഇറങ്ങിപ്പോകേണ്ടി വരുന്നു. അവിടെ മുസ്ലിങ്ങളുടെ ആരാധന നിൽക്കുന്നു. 1980കളോടുകൂടി ഇത് സംഘപരിവാർ ഏറ്റെടുക്കുന്നു. 1990കളിൽ കർസേവ നടക്കുന്നു, 89 കർസേവ നടക്കുന്നു, 90കളിൽ നടക്കും, 92 പള്ളി പൊളിക്കുന്നു. അതോടുകൂടി അത് പൂർണ്ണമാകുന്നു. ഇതാണ് ഇവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നറേറ്റീവ്. ഇതാണോ ശരിക്കും ഇതിൻ്റെ അകത്തുള്ള യാഥാർത്ഥ്യം? നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അത് നമ്മൾ ഫാക്ട്സിലേക്ക് നമ്മൾ കടന്നു പോകണം. ഫാക്ട്സിലേക്ക് കടന്നു പോകുമ്പോൾ മനസ്സിലാകുന്നത് 1949 വരെ ഒരു ആരാധന നടന്നിരുന്നു എന്നുള്ളത് ഒരു അർത്ഥസത്യം മാത്രമാണ്. 1934 മുതലുള്ള 15 വർഷങ്ങളിൽ വെള്ളിയാഴ്ചകളിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി വന്ന് 1-2 പേര് വന്ന് നിസ്കരിച്ചിട്ട് ഒരു ക്ലെയിം നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോസസ്സ് മാത്രമാണ് അവിടെ നടന്നിരിക്കുന്നത്. അല്ലാണ്ട് ബഹുജനങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ മുഴുവൻ അവിടെ വരികയും അവരുടേതായ രീതിയിലുള്ള ഒരു ഫംഗ്ഷനിങ് അതിനകത്ത് നടന്നിട്ടില്ല. 1934 പുറകിലേക്ക് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ന് മുതലാണ് മുസ്ലിങ്ങളോട് ആരാധന നടത്തിയിരിക്കുന്നത്? നിങ്ങൾക്കറിയാം എന്ന് മുതലാണ് മുസ്ലിങ്ങൾ ഈ പറയുന്ന ബാബറി മസ്ജിദിനകത്ത് ആരാധന തുടങ്ങിയത് എന്നറിയാം? ഇല്ല. സുപ്രീം കോടതി വിധി പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട പോയിന്റ് അതാണ്. 1856 ശേഷം മാത്രമാണ് മുസ്ലിങ്ങൾ അതിൻ്റെ അകത്ത് ആരാധന തുടങ്ങിയത്, അല്ലെങ്കിൽ അവരുടെ റിലീജിയസ് പരിപാടികൾ പ്രോസസ്സുകൾ തുടങ്ങിയത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവർ പറയുന്നത്. തെളിവുകൾ കൃത്യമായി കളക്ട് ചെയ്തില്ല, അതുകൊണ്ടാണ് സുപ്രീം കോടതി ഒരു പരാമർശം നടത്തേണ്ടി വരുന്നത്. അങ്ങനെയല്ല. എന്ത് തെളിവ് കളക്ട് ചെയ്തിട്ടില്ല എന്നാണ് അവർ പറയുന്നത്? എനിക്കത് വ്യക്തമായില്ല. അല്ല, കൃത്യമായിട്ട് തെളിവുകൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഹാജരാക്കാൻ വേണ്ടി സാധിച്ചില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ. ആരാണ് ഹാജരാക്കേണ്ടത്? സുന്നി വഖഫ് ബോർഡാണ് ഹാജരാക്കേണ്ടത്. സുന്നി വഖഫ് ബോർഡാണ് സ്യൂട്ട് നമ്പർ 4, അവരാണ് കേസ് പറഞ്ഞിരിക്കുന്നത്. സുപ്രീം കോടതി സുന്നി വഖഫ് ബോർഡിനോട് നിങ്ങൾ കാലങ്ങളായി ഇവിടെ ആരാധന നടത്തുന്നതിന് തെളിവ് കൊണ്ടുവരൂ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹിന്ദുസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, സുന്നി വഖഫ് ബോർഡിനോട് ആവശ്യപ്പെട്ടു.
സുന്നി വഖഫ് ബോർഡ് കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് മുഴുവനും 1856 ശേഷം മാത്രമുള്ളതാണ്. അപ്പോൾ 1856 മുൻപ് തങ്ങൾ അവിടെ ആരാധന നടത്തിയിരുന്നു എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സുന്നി വഖഫ് ബോർഡ് പരാജയപ്പെട്ടു പോയി. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. സാധാരണ ഒരു ഹിന്ദു ക്ഷേത്രം പോലെ അല്ല ഒരു ക്രിസ്ത്യൻ പള്ളി വർക്ക് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ്, ഒരു മുസ്ലിം പള്ളി വർക്ക് ചെയ്യുന്നതായിരുന്നാലും ശരി തന്നെയാണ്. കാരണം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ഷേത്രത്തിലെ പോയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു ഹിന്ദു ആയിട്ട് ജനിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹിന്ദു സർട്ടിഫൈഡ് ആയിട്ട് ജനിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഹിന്ദു കുടുംബത്തിൽ ജനിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതകാലം മുമ്പോട്ട് പോകും. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അല്ല. മാമോദീസ ചടങ്ങുകൾ പള്ളിയിൽ രേഖപ്പെടുത്തുന്നതാണ് അല്ലേ. അവരുടെ പള്ളിയിലേക്കുള്ള ആദ്യ കുർബാന മുതൽ പലതും ക്രിസ്ത്യൻ പള്ളികളിൽ രേഖപ്പെടുത്തുന്നതാണ്. ഇതുപോലെ തന്നെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള മതപരമായ കാര്യങ്ങൾ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ ആ വ്യക്തി വളർന്ന് വലുതായി മരിക്കുന്നത് വരെയുള്ള സകല കാര്യങ്ങൾ എന്തൊക്കെ അവരുടെ പ്രോസസ്സിലൂടെ നിക്കാഹ് ആയിക്കൊള്ളട്ടെ എന്തും ആയിക്കൊണ്ടുപോട്ടെ അവിടെ റെക്കോർഡിക്കലാകേണ്ടതാണ്. അപ്പോൾ 1856 മുൻപ് ഒന്നും അവിടെ റെക്കോർഡിക്കലല്ല എന്നുണ്ടെങ്കിൽ അവിടെ അതിനു മുമ്പ് അവർ ആരാധന നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ്. ഓക്കെ, അപ്പോൾ ഈ രാമക്ഷേത്രം അവിടെ എന്താണ് രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് ഈ പള്ളി വന്നത് എന്നതിന് എന്തെങ്കിലും രേഖയുണ്ടോ? രാമക്ഷേത്രം പൊളിച്ചിട്ടാണ് പള്ളി വന്നത് എന്ന് പറയുമ്പോൾ 12-ാം നൂറ്റാണ്ടിൽ അവിടെ ക്ഷേത്രം പണിഞ്ഞു എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള എവിഡൻസ് ASI കൊടുത്തിട്ടുണ്ട്. അതിനെ ട്രേസ് ബാക്ക് ചെയ്ത് 2nd സെഞ്ച്വറി BC വരെ പോകാമെന്നുള്ള കാര്യവും പറയുന്നുണ്ട്. 12-ാം നൂറ്റാണ്ടിന് ശേഷം 16-ാം നൂറ്റാണ്ട് വരെ അത് നിലനിന്നിരുന്നു എന്നുള്ളതിനുള്ള തെളിവുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു നാനക് എന്ന് പറയുന്ന സിഖ് മതസ്ഥാപകൻ 1510 അവിടെ എത്തുകയും ആരാധന നടത്തുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ 4 ജീവചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരുപോലെ പറയുന്നൊരു വസ്തുതയാണ്. ഇപ്പോൾ 12-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെ ഇതവിടെ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. ഓക്കെ, അത് പക്ഷേ ഞാൻ പറയട്ടെ, 85 പില്ലേഴ്സ് ഉള്ളൊരു സ്ട്രക്ചറായിരുന്നു അത്. ഓക്കെ, ഇത്രയും ബൃഹത്തായിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ഈ സ്ട്രക്ചർ പൊളിച്ചു എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോടതിക്ക് സംശയമൊന്നുമില്ല. സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം സുപ്രീം കോടതി പറയുന്നത് ഞാൻ വായിക്കാം, ഞാൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ആ കാര്യം വായിക്കാം. സുപ്രീം കോടതി പൊളിച്ചു എന്ന് പറയുന്നത് എവിടെയെന്നുള്ള കാര്യത്തിൽ ആൾക്കാർക്ക് സംശയം ഉണ്ടാകാൻ പാടില്ലല്ലോ. സുപ്രീം കോടതി പറയുന്നത് the pre-existing structure dates back to 12th century and അത് ഹിന്ദു റിലീജിയസ് ഒറിജിൻ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അടുത്തത്, while the ASI report has found the existence of ruins of a pre-existing structure, the report does not provide the reason for the destruction of the pre-existing structure എന്നാണ്. ഡിസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? തകർക്കല. അപ്പം തകർത്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അത് എന്തിന് തകർത്തു എന്നുള്ള കാര്യത്തിൽ മാത്രമേ സംശയമുള്ളൂ. അതിൽ സംശയമുണ്ടല്ലോ. അതിൽ സംശയമല്ലേ? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ നമ്മുടെ സുപ്രീം കോടതി, നമ്മുടെ കോടതികളുടെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ കുറ്റമല്ല, സത്യമല്ല, കുറ്റമാണ് തെളിയിക്കേണ്ടതെന്ന് പറയും. ഈ പറയുന്ന കാലഘട്ടത്തിൽ CCTV ഇല്ല. ഈ പറയുന്ന കാലഘട്ടത്തിൽ ആരും കോടതിയിൽ വന്ന് സാക്ഷി പറയാൻ വേണ്ടിയിട്ട് ജീവിച്ചിരിക്കുന്നതുമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും വലിയൊരു സ്ട്രക്ചർ, ഇത്രയും അധികം ആൾക്കാർ ആരാധിക്കുന്നത് അവിടെ നിൽക്കുന്നത് വെറുതെ തകർന്ന് വീഴും? വെറുതെ തകർന്ന് വീഴില്ല. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ വലിയ ഭൂകമ്പം പോലുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാകും. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തിന് പരിപൂർണമായിട്ടും ഒരു ബാധിച്ചിട്ടുണ്ടാവണം. അല്ലാണ്ട് ഒരു കെട്ടിടം മാത്രം ഇളകി അത് ഇത്രയും വലിയൊരു കെട്ടിടം, ഓക്കെ, ചെറിയ 1-2 കെട്ടിടങ്ങളാണെങ്കിലും നമുക്ക് സമ്മതിക്കാം. ഇത്രയും വലിയൊരു കെട്ടിടം ഇളക്കി അത് മാത്രമായിട്ട് ഇടിഞ്ഞു പോകാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന തരത്തിലുള്ള മറ്റ് പ്രോസസ്സുകളൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ അവിടെ നിരന്തരമായി സംഭവിച്ചിട്ടുള്ളത് എന്താണ്? പിന്നെ മാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം അവർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വേക്കൻ ലാൻഡിലാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ASI ഫൈൻഡിങ്ങിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് വേക്കൻ ലാൻഡിലല്ല, അതിൻ്റെ അടിയിലൊന്നും ഉള്ളതല്ല, അതിൻ്റെ ബേസ്മെൻറ്റിലാണ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് വേക്കൻ ലാൻഡിലല്ല പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രം തകർത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. അതിൽ സംശയം, ക്ഷേത്രത്തിന്റെ പുറത്താണ് പള്ളി പണിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലും ആർക്കും സംശയം. അപ്പോഴും ഇത് നമുക്കൊരു കമ്മ്യൂണിറ്റിയിലേക്ക് മാത്രം ആരോപിക്കാൻ പറ്റില്ലല്ലോ. കമ്മ്യൂണിറ്റി, അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞത്. അല്ല, അതിൽ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. 1856 വരെയും അവരത് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അത് മുസ്ലിം ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നതല്ല, അതൊരു അധിനിവേശത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം സംഭവിച്ചിരിക്കുന്നതാണ്. നമ്മൾ ആ കാഴ്ചപ്പാടോടുകൂടി മാത്രം അതിനെ കണ്ടാൽ മതി. ഇവിടെ ബ്രിട്ടീഷുകാർ അധിനിവേശം ചെയ്തു വന്നതുപോലെ മുഗൾ വംശജർ അധിനിവേശം നടത്തി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ പോകുന്ന പ്രദേശങ്ങളിലെല്ലാം ആ പ്രദേശത്തെ ജനതയുടെ ആത്മവിശ്വാസം തകർക്കാൻ വേണ്ടി ചെയ്യുന്നത്
അവരുടെ ആരാധനാ കേന്ദ്രങ്ങൾ എന്താണോ അല്ലെങ്കിൽ അവരുടെ അഭിമാന സ്തംഭങ്ങൾ എന്താണോ ആ സ്തംഭങ്ങളെ തകർക്കുകയും അതിൻ്റെ മുകളിൽ അവരുടേതായ ഒരു അധീശത്വത്തിൻ്റെ ചിഹ്നം സൃഷ്ടിച്ചു വയ്ക്കുകയും ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അത് മാത്രമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാണ്. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നവർക്ക് ഇതിൽ നിന്ന് കൃത്യമായിട്ടും എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യം വേർതിരിച്ചെടുക്കാൻ കഴിയുന്നതിനകത്ത് വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലല്ല ഈ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 1886 ഇൻസിഡൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷനോട് അവിടെ ആരാധന നടത്തിയിരുന്ന ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർ തങ്ങൾക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ രണ്ടാമതൊരു എൻട്രൻസ് കൂടി വേണം എന്ന് പറഞ്ഞാൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഈ മസ്ജിദിലേക്കുള്ള എൻട്രൻസിൻ്റെ പേരെന്താണെന്നറിയാമോ? ഹനുമാൻ ദ്വാർ എന്നാണ്. മസ്ജിദിലേക്കുള്ള എൻട്രൻസിന് ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലുള്ള അവിടുത്തെ അന്നത്തെ ഭരണകൂടം ഇട്ടിരിക്കുന്ന പേര് ഹനുമാൻ ദ്വാർ എന്നാണ്. അപ്പോൾ ഈ ഹനുമാൻ ദ്വാറിന് പുറമെ ഒരു സിംഗ് ദ്വാർ കൂടി വേണം എന്നാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ അന്ന് ഈ മുസ്ലിം വിഭാഗത്തിന് വേണ്ടിയിട്ട് കേസ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ അന്ന് ഭരണം നടത്തിയിരുന്ന റജബ് അലി മുഹമ്മദ് അസ്ഗർ എന്ന് പറഞ്ഞ രണ്ടുപേരുണ്ട്. ഇവർ പോയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. പറ്റില്ല, അവർക്കത് തുറക്കാൻ പറ്റില്ല, ഞങ്ങൾ വേണമെങ്കിൽ ഇത് ഒരു എൻട്രൻസ് തുടങ്ങി എൻട്രി കൊടുക്കാം എന്നാണ് പറയുന്നത്. ഇതിനെ കംപ്ലീറ്റ്ലി അന്നത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഡിനേ ചെയ്യുന്നുണ്ട്. ഒരു ഡിനേ ചെയ്യുന്നതിൽ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റൈറ്റ് ഒന്നുമില്ല, അവർക്കുള്ളതുപോലെ ഒരു റൈറ്റ് മാത്രമേ നിങ്ങൾക്കുമുള്ളൂ എന്നാണ് അന്നത്തെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ഈ പറയുന്ന പോലെ ഒരു എൻട്രൻസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ കൊടുക്കുകയാണ്. മാത്രമല്ല ഒരു കാര്യവും കൂടി പറയുന്നുണ്ട്. നിങ്ങൾ അവിടെ ഇപ്പോൾ ഒരു എൻട്രൻസ് തുറന്നു കഴിഞ്ഞാൽ ആ എൻട്രൻസ് നിങ്ങളുടെ കൺട്രോളിലാവും. ആരോട്? മുസ്ലിംസിനോട് പറയുന്നതാണ്. നിങ്ങളുടെ കൺട്രോളിലാവും. ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന തീർത്ഥാടകർക്ക് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനുമതി വേണ്ടി വരും. അതായത് ഈ പറയുന്ന പള്ളിയുടെ ആ പറയുന്ന സ്ട്രക്ചറിൻ്റെ അകത്തേക്ക് കയറി വരാൻ വേണ്ടിയിട്ട് ഇത് ഒരു കാലത്തും ഇവരുടെ എക്സ്ക്ലൂസീവ് പൊസിഷനിൽ പോയിട്ടില്ലെന്നേ. എക്സ്ക്ലൂസീവ് പൊസിഷനിൽ ഒരിക്കലും അവർക്ക് പോയിട്ടില്ലാത്ത ഒരു കാര്യത്തിനെയാണ് അങ്ങനെ ഒരു പള്ളിയുടെ സ്ട്രക്ചർ അവിടെ നിന്നിരുന്നു എന്നുള്ള ആ പറയുന്ന ഒരു ഫിസിക്കൽ അതിൻ്റെ പേരിൽ മാത്രം നമ്മൾ ഒരു വിഭാഗത്തിൻ്റെത് മാത്രമാണെന്ന് സ്ഥാപിക്കുന്നത്. അതെങ്ങനെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുക? ഇത് ഡിസ്ട്രക്ട് ചെയ്തതാണെന്ന് നമുക്ക് കരുതാം. ഇത് ഒരു കമ്മ്യൂണിറ്റി തന്നെ ചെയ്തതാണെന്നും കരുതാം. പക്ഷേ പള്ളി പൊളിച്ചു, ബാബറി പൊളിച്ചത് ശരിയാണെന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? അല്ല, സുപ്രീം കോടതി അത് അൺലോഫുൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് അത് അൺലോഫുൾ തന്നെയാണ്. അത് നമുക്ക് എന്ത് ചെയ്യാമായിരുന്നു? സുപ്രീം കോടതി കൃത്യമായിട്ടും ഒരു വിധി പറഞ്ഞതിന് ശേഷം ലോഫുള്ളായിട്ട് അത് ചെയ്യാമായിരുന്നു എന്നുള്ളത് മാത്രമാണ് അതിൻ്റെ അകത്ത് നമുക്ക് നിയമത്തിന്റെ വഴിയിലൂടെ പോകുമ്പോൾ വിഗ്രഹം കൊണ്ടുവച്ചതും തെറ്റാണെന്ന് പറയും. അൺലോഫുൾ ആണെന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട്. പിന്നെ നമ്മളിനി അതിൻ്റെ അകത്ത് ചർച്ച നടത്തിയിട്ട് കാര്യമില്ലല്ലോ. കാരണം ഇത് പള്ളി പൊളിച്ചത് തെറ്റ്, വിഗ്രഹം കൊണ്ടുവച്ചത് തെറ്റ്, പക്ഷേ അവിടെ ക്ഷേത്രം പണിയാം. അതെന്തൊരു വിധിയാണെന്നാണ്. കാരണം പള്ളി എന്നുള്ള രീതിയിലല്ല അതിനെ എടുത്തിരിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നർ കോർട്ട്യാർഡും ഔട്ടർ കോർട്ട്യാർഡെന്നും രണ്ടായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒന്നാണ്. 1949 ഈ പറയുന്ന പോലെ വിഗ്രഹം അകത്ത് കൊണ്ടുവയ്ക്കുന്ന തലത്തിലുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. 1934 ഇതേ പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. പള്ളിയുടെ ഒരു ഡോം അന്ന് തകർക്കപ്പെട്ടിട്ടുണ്ട്. 1800-കളിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കലാപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 1856 ഇതുപോലൊരു കലാപം ഉണ്ടായതിന് ശേഷം മാത്രമാണ് അവിടെ ഒരു റെയിലിംഗ് വയ്ക്കുകയും ഇന്നർ കോർട്ട്യാർഡിൽ മുസ്ലിങ്ങൾക്ക് നിസ്കരിക്കാമെന്നും ഔട്ടർ കോർട്ട്യാർഡ് ഹിന്ദുസിൻ്റെ എക്സ്ക്ലൂസീവ് പൊസിഷനിലേക്കും കൊടുക്കുന്നത്. ഓക്കെ, ബട്ട് അറ്റ് ദ മെയിൻ ടൈം കോടതി എടുത്ത് പറയുന്നുണ്ട് ഇന്നർ കോർട്ട്യാർഡ് മുസ്ലിംസിൻ്റെ എക്സ്ക്ലൂസീവ് പൊസിഷനിൽ കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം. ഓക്കെ, അതായത് എനിക്കും അവർക്കും ഒരുപോലെ ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ ഇപ്പോൾ ഞാൻ വിഗ്രഹം കൊണ്ടുവയ്ക്കുമ്പോൾ അത് അന്നത്തെ ഈ പറയുന്ന പോലെ സ്റ്റാറ്റസ് കോ നിലനിർത്താൻ പറഞ്ഞിരിക്കുന്ന ഒരു ഓർഡറിനെ മറികടന്ന് കൊണ്ടുവച്ചു എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് ഒരു പള്ളിക്കകത്ത് കൊണ്ടുവച്ചു എന്നുള്ളതല്ല. നമ്മളതിനെ കാണുന്നതിൻ്റെ കാഴ്ചപ്പാടിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരു പള്ളിക്കകത്തത് കൊണ്ടുവച്ചു എന്നുള്ളതല്ല. അന്ന് വരെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയിട്ടുണ്ട്. എന്താണ്? ഈ പറയുന്ന പോലത്തെ ചില ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസ് സെറ്റിൽ ചെയ്യാൻ വേണ്ടി. ആ ലോ ആൻഡ് ഓർഡർ ഇഷ്യൂസിനെ മറികടന്നു എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം, അല്ലാതെ മറ്റൊന്നുമല്ല ഇവിടുത്തെ പ്രശ്നം. നിലവിൽ കേരളത്തിലെ വലിയൊരു ശതമാനം ഹിന്ദു വിശ്വാസികൾ ഈ പുതിയ രാമൻ ഞങ്ങളുടെ രാമനല്ല എന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട്. അത്തരം ഹിന്ദു വിശ്വാസികൾ യഥാർത്ഥത്തിൽ കേരളത്തിലെ BJPക്ക് ഒരു തലവേദനയാണ്. അങ്ങനെ അത്രയധികം വിശ്വാസങ്ങളുണ്ടെന്നൊന്നും ഞാൻ കരുതുന്നൊന്നുമില്ല. ഇത് ഒരു കൂട്ടം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ മാത്രമാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരെ മാത്രം ഒന്ന് എടുത്ത് നോക്കിയാൽ മാത്രം മതി. ഇവരെല്ലാവരും ക്ഷേത്രങ്ങളിൽ പോകുന്നവരാണ്. ഇത്രയും കാലം ശ്രീരാമനെ
പലതരത്തിൽ അപമാനിക്കുന്ന സമയത്ത് ഇവരാരെങ്കിലും പുറത്തു വരികയും ശ്രീരാമൻ അങ്ങനെയല്ല മര്യാദാ പുരുഷോത്തമനാണ് എന്നുള്ള നിലയിൽ ഇവരാരെങ്കിലും സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. അവരെല്ലാ കാലഘട്ടത്തിലും ശ്രീരാമനെ അധിക്ഷേപിക്കുന്നവരുടെ കൂടെ, ശബരിമല വിഷയം വരുമ്പോൾ അയ്യപ്പനെ അധിക്ഷേപിക്കുന്നവരുടെ കൂടെ, എന്തു വിഷയം വന്നിരുന്നാലും ശരി തന്നെയാണ്, ഹിന്ദു ദേവി ദേവന്മാരെ എങ്ങനെയൊക്കെ അധിക്ഷേപിക്കാൻ പറ്റുമോ ആ അധിക്ഷേപിക്കുന്നവരുടെ കൂടെ മാത്രം നിൽക്കുന്നവരാണ് അവർ. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്കൊരു ഹിന്ദു പേരുണ്ട് അതുകൊണ്ട് ഞാൻ രാമനെ അംഗീകരിക്കുന്നില്ല, ഇത് ഞങ്ങളുടെ രാമനല്ല എന്ന് പറയുന്നത് കൊണ്ട് ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു മേക്ക് എനി ഡിഫറൻസ് എന്നുള്ളതാണ്. അവർ BJPക്ക് അല്ല തലവേദനയാകുന്നത്. അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തന്നെ ഒരു തലവേദനയായിട്ട് മാത്രം പൊക്കൊണ്ട് കഴിഞ്ഞാൽ അസ്തിത്വം നഷ്ടപ്പെട്ട ഒരു വിഭാഗമായിട്ട് മാത്രമേ നമുക്ക് അവരെ കാണാൻ കഴിയുള്ളൂ. അല്ലാണ്ട് അതൊരു രാഷ്ട്രീയ വിഷയവുമല്ല. ഇപ്പോൾ ശശി തരൂർ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്നിട്ട് ശ്രീരാം ലല്ലയുടെ ചിത്രമിടുകയും വിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിൽ ഉപരിയായിട്ട് വിശ്വാസികൾ അംഗീകരിക്കുന്നുണ്ട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും സംഭവിക്കുന്നുണ്ട്. കേരളത്തിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ അതൊന്നും അല്ല വിഷയം. കേരളത്തിൽ ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും രാമജന്മഭൂമിയിലെ വിഷയം എന്നും മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാർ പലർക്കും അറിയില്ല. അത് ശരിക്കും ഓടിയിരിക്കുന്ന നറേറ്റീവ്സിൻ്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1949 മാത്രം ഈ വിഷയം ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ഇവിടെയുള്ളത്. അവരതിൻ്റെ പിറകിലേക്ക് പോകാനോ അതിൻ്റെ ചരിത്രത്തിലേക്ക് പോകാനോ ഈവൻ ASIയുടെ ഫൈൻഡിങ്സിലേക്ക് പോകാൻ പോലും അവർ തയ്യാറായിട്ടില്ല. ASIയുടെ ഫൈൻഡിങ്സിൽ വളരെ വ്യക്തമായിട്ട് അത് ക്ഷേത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ക്ഷേത്രമായിരുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ഇവരുടെ പ്രശ്നം അതവിടെ പണ്ട് ബുദ്ധനായിരുന്നു, ബുദ്ധക്ഷേത്രമായിരുന്നു, അത് പലതാണ്. പിന്നെ അത് പൊളിഞ്ഞു കഴിയുമ്പോൾ പിന്നെ അവർ പിന്നീട് പോകുന്ന ഒരു നറേറ്റീവ് എന്ന് പറഞ്ഞാൽ പണ്ട് ദിനോസറുകളായിരുന്നു ഉണ്ടായിരുന്നത്, അപ്പോൾ ദിനോസറുകളുടെ ലോകമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എന്ത് തരം നറേറ്റീവുകളാണെന്ന് എനിക്കറിയില്ല, വാദങ്ങളാണെന്ന് എനിക്കറിയില്ല. ഇപ്പം ഞാൻ താങ്കളുടെ വീട് വന്ന് കൈയേറി താങ്കൾ നാളെ കൊണ്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുമ്പോൾ ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോയി പറഞ്ഞാൽ മതിയോ പണ്ട് അവിടെ ദിനോസറായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് പരാതി നിലനിൽക്കില്ല എന്ന് പറയുന്നതിൽ കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു വ്യക്തിയുടെ വസ്തു മറ്റൊരാൾ കൈയേറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ട് വ്യവഹാരത്തിലേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊന്നും അല്ലല്ലോ മറുപടി പറയേണ്ടത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ തെളിവുകളെല്ലാം തന്നെ ബെറ്റർ ഫൂട്ടിംഗ് എന്നാണ് സുപ്രീം കോടതി അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹിന്ദു കമ്മ്യൂണിറ്റീസ് ഓൺ എ ബെറ്റർ ഫൂട്ടിംഗ് ഓൺ ദെയർ ക്ലെയിം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും അവിടെ സംശയം നിലനിൽക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമാണ് ഈ ക്ഷേത്രം പൊളിച്ചത് ഈ കമ്മ്യൂണിറ്റി ആണോ ഇല്ലയോ എന്നുള്ളത് മാത്രം. അതിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അല്ല ഗൗതമേ, ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ ക്ഷേത്രം തകർന്നു എന്നുള്ളതിന് സംശയമില്ല. ക്ഷേത്രം തകർന്നു എന്നുള്ളതല്ല, ക്ഷേത്രം തകർത്തു എന്നുള്ളതിനകത്ത് സംശയമില്ല എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഡിസ്ട്രക്ഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാണ്ട് കൊളാപ്സ് ഒന്നുമല്ല, ഡിസ്ട്രക്ഷൻ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് സംശയം ഞാൻ പറയട്ടെ, അതിൻ്റെ മുകളിൽ പണിഞ്ഞ് വെച്ചിരിക്കുന്ന സ്ട്രക്ചർ ഏത് കമ്മ്യൂണിറ്റിയുടെ അല്ല അതെന്തോ അവിടെ എത്ര മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു? ഈ പള്ളി പണിയപ്പെടുന്ന കാലത്ത് അവിടെ തെളിവില്ല. അവരാണ് ചെയ്തതെന്ന് പറയാൻ തെളിവില്ല. അവിടെ പള്ളി പണിഞ്ഞതാരാണ്? ഈ പണിഞ്ഞതാരാണ്? പണിഞ്ഞവരാണെന്ന് പറയാൻ തെളിവില്ലല്ലോ. പൊളിച്ചത് പറയാൻ തെളിവുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ബാബറുടെ കാലഘട്ടത്തിലുള്ള ചില കോട്ട് രേഖകളുണ്ട്. ആ കോട്ട് രേഖ ഞാൻ കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റാത്തത്. പിന്നീട് ഞാനൊരു അവസരത്തിൽ അത് കോട്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് പറയാം. ആ കോട്ട് രേഖകൾക്കകത്ത് വളരെ കൃത്യമായിട്ട് തന്നെ 3 ക്ഷേത്രങ്ങൾ അദ്ദേഹത്തിനോട് തകർക്കണമെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുവായ സൂഫി വര്യൻ ആവശ്യപ്പെടുന്നതിനനുസരിച്ചിട്ട് അദ്ദേഹം അത് തകർത്തു എന്നുള്ളത് അവരുടെ മുഗൾ രേഖകളിൽ തന്നെയുണ്ട്. നമ്മളാരും പറയുന്ന രേഖകളൊന്നുമില്ല, മുഗൾ രേഖകളിൽ തന്നെയുണ്ട്. ആ രേഖകളുടെ പേര് ഞാൻ നിലവിൽ കൃത്യമായിട്ട് ഓർക്കുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പുതിയൊരു ക്യാമ്പയിന് താങ്കൾ ശ്രദ്ധിച്ചോ എന്ന് അറിയാൻ പാടില്ല. റീബിൽഡ് ബാബറി എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയ. അവർക്കൊരു 5 ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ, അവർക്ക് അവിടെ ബാബറി പണിയാമല്ലോ. പക്ഷെ പള്ളിപ്പറമ്പിലെ രാമനാണ് അവിടെ, ഞങ്ങളുടെ പള്ളി തന്നെയാണ് വേണ്ടതെന്നാണ് പറയുന്നത്. പള്ളിപ്പറമ്പിലെ രാമൻ എന്നൊക്കെ അവർക്ക് പറഞ്ഞു കിടക്കാവുന്നേ ഉള്ളൂ. പള്ളിപ്പറമ്പ് ബാക്കി ക്ഷേത്രപ്പറമ്പുകളിൽ പള്ളി പണിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ പള്ളിപ്പറമ്പിൽ രാമനുണ്ടാവും, പള്ളിപ്പറമ്പിൽ ശിവനുണ്ടാവും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അത് ആദ്യം മറ്റുള്ളവരുടെ ഭൂമികളിലേക്ക് അതിക്രമിച്ച് കയറുന്നത് ഈ പറയുന്ന അധിനിവേശ ശക്തികൾ ഒരു കാലത്ത് ഒഴിവാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കി പോകാൻ കഴിയുമായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ ഇതിങ്ങനെ തന്നെ പരിഹാരം ഉണ്ടാവട്ടെ. വലിയൊരു കുഴപ്പത്തിലേക്ക് ഈ വിഷയം ഇനിയും ചെന്നെത്താതിരിക്കട്ടെ അല്ലേ? ഇതെന്തൊരു വിഷയം ഉണ്ടാവാനാണ്? ഇതിലിനിയിപ്പോൾ പ്രത്യേകിച്ച് വിഷയമുണ്ടാകാനൊന്നുമില്ലല്ലോ. വിഷയങ്ങളെല്ലാം അവസാനിച്ച് വളരെ സ്മൂത്തായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു സമൂഹമുണ്ട് ഇവിടെ. ഇല്ല, ഏത് സമൂഹമാണുള്ളത്? കാര്യം വെച്ച് കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിന് അല്ല, ആ പള്ളിക്ക് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് കേസ് നടത്തിയിരുന്ന ഇക്ബാൽ അൻസാരി എന്ന മനുഷ്യൻ വരെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുകയും ഞങ്ങൾക്കാർക്കും പ്രശ്നമില്ല എന്ന് അവിടെയുള്ള മുസ്ലിങ്ങളെല്ലാം പറയുകയും ചെയ്യുന്ന ഒരു സമയത്ത് കേരളത്തിലിരിക്കുന്ന കുറച്ച് പേര് പോയി കുത്തിത്തിരിപ്പുണ്ടാക്കി എന്നുള്ളത് കൊണ്ട് മാത്രം മുമ്പോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ബിക്കോസ് ഇറലവൻ്റ് ആണ് അതെല്ലാം. ഓക്കെ, ശരി, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.